റേഷ്യോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പി ബൈ റേഷ്യോയിൽ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ നോക്കണം. പ്രൈസ് ടു ബുക്ക് വാല്യൂം സിമിലർ ആണ്, അതായത് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ ഓഫ് 1 ഷെയർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പി ബൈ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏർണിങ്സ്, അത് കിട്ടിയ പ്രോഫിറ്റിലാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മൾ മാർക്കറ്റ് പ്രൈസിനോട് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ സോ ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ ഒരു ഏകദേശം ഊഹം കിട്ടും. ഇവിടെ ബുക്ക് വാല്യൂവിനെ അപേക്ഷിച്ച് മാർക്കറ്റ് പ്രൈസ് നോക്കുമ്പോൾ ഈ ബുക്ക് വാല്യൂവിന് ഇപ്പോൾ 1 റുപ്പി ബുക്ക് വാല്യൂവിന് എത്രത്തോളം മാർക്കറ്റ് പ്രൈസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അവിടെയും ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് കണ്ടുപിടിക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് അവിടെ കണ്ടുപിടിക്കാവുന്ന മറ്റൊരു കാര്യമാണ് എത്രത്തോളം കോസ്റ്റ്ലി ആണ് ആ ഷെയർ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വില താന്നിരിക്കുന്നതാണ്. അതായത് ഒരു ബുക്ക് വാല്യൂവിന് ഒരുപാട് കോസ്റ്റ്ലി ആണ് ആ ഷെയർ എന്നുള്ളത്. അതായത് ഒരു ബുക്ക് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ ഒരുപാട് മാർക്കറ്റ് പ്രൈസ് വേണ്ടി വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ബുക്ക് വാല്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് എന്താ പറയുക വാല്യൂ ജനറേറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവാണ്. അപ്പം ലെസർ വാല്യൂ ആണ് പി ബൈ ബിക്കും നല്ലത്.